അപ്പോൾ ഞങ്ങളിത് രാവിലെ തന്നെ ഷൂട്ടിന് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ഞാനും ബെൻറ്റോയുമാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ സ്വന്തം വണ്ടിയിലെ എഴുപുന്നയിലാണ് ഷൂട്ട്. ഓണാഘോഷത്തിന് പരിപാടിയൊക്കെ എന്തോ പരസ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സമയം 6 മണിക്കിലെ റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ കയറിയ ഇത് ഹൈവേ ആണ്. അതുപോലെ തന്നെ ആംബുലൻസ് അങ്ങോട്ടോ പോകുന്നുണ്ട്. അർജൻറ്റ് കേസല്ല, നല്ല പോകുന്നത്. ഞങ്ങളിത് ഹൈവേയിലോട്ട് കയറി. രാവിലെ നല്ല മഴയായിരുന്നു. എൻ്റെ പൊന്നി, ഒരു രക്ഷയില്ലാത്ത മഴ. ഞാൻ എണീക്കാൻ തന്നെ മടി. നമുക്ക് ഈ രാവിലെ ആക്കിയാണ് ഇങ്ങനെ ഈ വൈറ്റില വഴിയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഒടുക്കത്തെ ബ്ലോക്കാണ് കഴിഞ്ഞു. ഇപ്പോൾ വണ്ടികളില്ല, വെളുപ്പാങ്ങാതെ തോന്നുന്നത് വണ്ടികളൊക്കെ കുറവാണ്. അതെ, വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ തന്നെ നല്ല നൈസ് സോങ്ങൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ അരൂര് ടോള്. ബെൻറ്റ് ഈ ടോൾ ഒഴിവാക്കി ഏതോ വഴിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ടോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ടോളിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തിരികെ യൂട്ടേൺ എടുക്കുകയാണ്. ഫാസ്ട്രാഗൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ അടയ്ക്കില്ല. ടോളുകൾക്ക് പൈസ കൊടുക്കില്ല എന്നുള്ള പരിപാടിയിൽ വെന്റ് ചെയ്ത് ഇതിലെ ചെറിയൊരു വഴിയുണ്ട്, അതിലേ എടുത്ത് പോവാണ്. ഈ വഴി കൂടെ പോകുന്നതിലും നല്ല ടോൾ കൊടുത്ത് പോകുന്നതായിരുന്നു. അതാണ് ഈ വഴിയിൻ്റെ അവസ്ഥ. ഈ ടോളുകാർ തന്നെ പൊളിച്ചെടുക്കാൻ തോന്നുന്നു. എല്ലാവരും ഈ വഴി പോകുന്നുണ്ട്. ഇപ്പുറത്ത് വന്ന് കയറി അങ്ങനെ ബെഞ്ചോ ഒരു ബുദ്ധിപരമായ നീക്കം ചെയ്തിരിക്കുകയാണ് രാവിലെ തന്നെ. നമ്മളിത് ലൊക്കേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഈ വീട് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളൊരു സ്ഥലമാണ്. കറങ്ങി തിരിഞ്ഞ് നമ്മളിതേ പോയിക്കുന്നത്. ഇത് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. ഇതാണ് നമ്മുടെ ഭീഷ്മപർവം ഷൂട്ട് ചെയ്ത വീട്. ഇന്നിവിടെയാണ് നമ്മുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ അതെ, മദർലാൻഡ് യൂണിറ്റ് വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാധനങ്ങളും എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കി ഇനി സെറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ്. ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ക്യാമറയൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ജി മാസ്റ്റർ ലെൻസ്, FX3 ബോഡി സോണീൻ്റെ മാൻബോസും പരിപാടിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയമെടുക്കും. പ്രൊഡക്ഷൻ്റെ പരിപാടി അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് തുടങ്ങുക. ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓണത്തിൻ്റെ ഒരു ചെറിയ പ്രോഗ്രാമാണ്, ഒരു ചെറിയ പാട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ടിങ്ങിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ പോവാണ്. വെറുതെ വണ്ടിയിൽ പോയി കുറച്ച് നേരം ഇരിക്കാൻ തന്നെ, കുറച്ച് നേരം ബ്രേക്കാണ്. ഇപ്പോൾ ബെൻറ്റോ, എൻ്റെ ഇതാണ് ഇവിടുത്തെ ഫുഡിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ? അല്ല, നമ്മൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും പകുതി സാധനങ്ങളും തീരും. പ്രോപ്പറായിട്ടുള്ള ഇതില്ല, കറക്റ്റുള്ള ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ല. അതാണ് സംഭവം അല്ലേ? എല്ലാ ലൊക്കേഷനും ഞങ്ങൾ പറയുമ്പോഴത്തേക്കും പകുതി സാധനങ്ങൾ ഉണ്ടാവില്ല. എന്താ ചെയ്യുക? എന്നിട്ടോ നമ്മുടെ പുറകെ വരുന്ന കുറച്ച് ടീമുകളുണ്ട്, അവർക്ക് നമുക്ക് തരാത്ത പല സാധനങ്ങളും അപ്പോൾ അവിടെ ഉണ്ടാവും.
ഞാൻ സിനിമ ലൊക്കേഷനിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഒരുപാട് മിനിറ്റോ മാറ്റങ്ങൾ നല്ലതാണ്. മാറ്റങ്ങൾ നല്ലതാണ്. ഇനിയെങ്കിലും മാറ്റങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. സമയം 8:30 ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോന്നു. സാധാരണ നമുക്ക് സമയം 9:30 വരെയാണ്. മാറ്റങ്ങൾ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. രാവിലെ 8 മണി to 8 മണി വരെ ആക്കുമെന്നൊക്കെ കേൾക്കുന്നു. ആക്കിയല്ല അത്രത്തോളം സന്തോഷം. ഇപ്പോൾ 15 മണിക്കൂറുള്ള പണി ഒരു 12 മണിക്കൂറാക്കി കുറയ്ക്കാനുള്ള പരിപാടികളൊക്കെ FK തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ, മാറ്റങ്ങൾ നല്ലതിനാണ് എന്നതും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നൊരു പേജുണ്ട് ഫോക്കസ് ഔട്ടെന്ന് വന്ന്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ ഗുഡ് ബൈ.